ഗൈസ് വെൽക്കം ടു സ്കൂൾ സ്റ്റോറി. സോ ഇന്നത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ നയൻത്തിൽ ഈ എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഹോർമോൺസിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുകയാണ്. ആൻഡ് എനിക്ക് ബയോയിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോപ്പിക്സാണ് അത്. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സിക്സ്ത് സെവൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് മൈ സീനിയേഴ്സ് ഹു ആർ ഡൂയിങ് +1 +2 അല്ലെങ്കിൽ ഇന്റർ 2 ഒക്കെ ചെയ്യുന്നത് ദേ യൂസ് ടു ബെയർ ദ ലാബ് കോട്ട്. ലാബിലൊക്കെ പോകും. അപ്പോൾ എൻ്റെ വിചാരം ഈ ലാബ് കോട്ടൊക്കെ ഇടുന്ന ആൾക്കാർ ഫ്യൂച്ചറിൽ ഡോക്ടറാവും അല്ലെങ്കിൽ അത്രയും നല്ലൊരു ജോബാണ്. ഞാൻ സിക്സ്ത്തിലൊക്കെ പഠിക്കുന്നു. അപ്പോൾ എനിക്കും ഡോക്ടറാവണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബോധം വന്നപ്പോൾ മനസ്സിലായി എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പഠിച്ചെത്തില്ല അത് അത്രയും. കാരണം നമുക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. എങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ പഠിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. സോ മെല്ലെ മെല്ലെ എൻ്റെ ആ ഒരു ആഗ്രഹം പോയി. പക്ഷെ അപ്പോഴും ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ഈ എൻഡോക്രൈനോളജിസ്റ്റ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണുമ്പോൾ ഐ യൂസ് ടു സംവെയർ ഗെറ്റ് ദാറ്റ് ഫാസിനേഷൻ, ഈ എൻഡോക്രൈനോളജി അല്ലെങ്കിൽ ഹോർമോൺസിനെ കുറിച്ചൊക്കെയുള്ളത്. അപ്പോൾ മേ ബി എൻ്റെ 9th 10th ഞാൻ പല ആവശ്യത്തിനായിട്ട് ഹോസ്പിറ്റലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുമ്പോൾ ഐ യൂസ് ടു സീ ദാറ്റ് ബോർഡ്. ആ ഒരു ബോർഡുള്ള ഡോക്ടേഴ്സിന് എനിക്ക് ഭയങ്കര പ്രത്യേക ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അതിനെക്കുറിച്ചൊക്കെ റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എന്തോ അപ്പത്തൊട്ടൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഏത് ക്ലാസ്സിൽ ഇപ്പോൾ 10th 8th 9th ഞാൻ ഈ എൻഡോക്രൈനെ കുറിച്ച് എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. എൻ്റെ എല്ലാ ഹോർമോൺസിൻ്റെ പേര്, അതെവിടെ റിലീസ് ചെയ്യുന്നു, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ക്ലാസ് എടുക്കുമ്പോൾ ഈവൻ ദ സ്റ്റുഡൻസ് വിൽ ഫീൽ ഇറ്റ്, ഞാൻ എത്ര സന്തോഷമായിട്ടാണ് അത് എടുക്കുക എന്നുള്ളത്. ഇന്ന് 9th അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ് ഈ ഒരു വീക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ വാസ് so happy to take that chapter. So that's my school story. So ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ വരുമ്പോൾ ഐ വിൽ ബി ഹാപ്പി. അതർവൈസ് ഐ ഹാവ് ടു പ്രിപ്പയർ ദാറ്റ്. അതിലൊരു ഫൺ ഫാക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചാപ്റ്ററിൽ ഒരു ഹോർമോണിൻ്റെ കാര്യം സെക്കൻഡ് ചാപ്റ്ററിൽ ഒരു പേജിലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുട്ടികളുടെ അടുത്ത് യു ഹാവ് ടു ടേക്ക് ദിസ് പേജ് നമ്പർ 34 എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ചോദിക്കുക, സാറിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ആക്ച്വലി എനിക്കതൊന്നും ഓർമ്മയുണ്ടാവില്ല. ബട്ട് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഐ റെഫേർഡ്, ഓക്കെ ദിസ് പേജിൽ ഈ കാര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. ഐ യൂസ് ടു ഫോർഗെറ്റ് സോ മെനി തിങ്സ്. ബട്ട് നമ്മൾ റെഫർ ചെയ്ത് ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്ത് പോയി എടുക്കുമ്പോൾ ദാറ്റ് ഡിഫറൻസ് ഈസ് എൻറ്റയർലി ലൈക്ക് എ ബിഗ് തിങ്. സോ ദാറ്റ്സ് ഇറ്റ്, മൈ സ്കൂൾ സ്റ്റോറി. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങളുടെ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ബൈ.